രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വടകര പൗരാവലിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു. വടകര ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചനയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വടകര പൗരാവലിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു. വടകര ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചനയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. MLA KK രമ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തരാൻ വേണ്ടി നിരവധി ആളുകൾ ജീവത്യാഗം ചെയ്ത് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാൻ ഒട്ടനവധി സമരങ്ങൾ, പല വിധത്തിലുള്ള സായുധ സമരമായാലും മറ്റ് സായുധമല്ലാത്ത സമരങ്ങളായാലും ഒക്കെ നിരാഹാരം ഉൾപ്പെടെയുള്ള വിവിധ ഘട്ടങ്ങളിൽ കടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നാം എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ നാട് മാറണം എന്നതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ വിഘാതമുണ്ടാകുമ്പോൾ അതിനെതിരെ തീർച്ചയായിട്ടും വലിയ ചെറുത്തുനിൽപ്പിൽ രാജ്യം ഒന്നാകെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ത്യയുടെ പ്രത്യേകത വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ, വിവിധ ഭാഷകൾ, വിവിധ ഭക്ഷണങ്ങൾ, വിവിധ വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാം സമന്വയിപ്പിച്ചുള്ള ഒരു ബഹുസ്വരതയുടെ ഒരു മനോഹരമായ ഒരു ഇടമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയുടെ തനത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ്. അത് ഈ ദിനം ഏറ്റവും പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, നേരത്തെ യുവാക്കളും കർഷകരും മറ്റ് ബഹുജനങ്ങളും എല്ലാവിധ ആളുകളും നടത്തിയ പ്രക്ഷോഭത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. കഴിഞ്ഞ ഏതാനും 2 മാസങ്ങൾക്ക് മുന്നേ ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നാം ഈ സമയത്ത് ഓർത്തുപോകുകയാണ്. ഒരു അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ, ഒരു നീതികേടിനെതിരെ രാജ്യത്തെ യുവത ഒന്നടങ്കം തെരുവിലേക്കിറങ്ങിയതും അതിന് നേടിയെടുക്കാൻ വേണ്ടി അവർ നടത്തിയ സമരങ്ങൾ തീർച്ചയായിട്ടും നാടിനെതിരെ ഉണ്ടാകുന്ന ഏത് അനീതിയും ഏത് അസമത്വവും ഇതുപോലെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാ വിഭാഗവും ജനങ്ങളും തയ്യാറാകുമ്പോൾ നാം നമ്മുടെ രാജ്യം അതേപോലെ പിടിച്ചു നിർത്താൻ സാധിക്കും. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന, എല്ലാ ജാതികളെയും ബഹുമാനിക്കുന്ന, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുന്ന, പരസ്പര വിദ്വേഷമില്ലാതെ ഏക മനസ്സോടുകൂടി പോകാൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. പുറന്തോടത്ത് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാകേഷ് വൈഭവ് സ്വാഗതം പറഞ്ഞു. പുറന്തോടത്ത് സുകുമാരൻ, പ്രൊഫസർ മഹമ്മൂദ്, അഡ്വക്കേറ്റ് നാരായണൻ നായർ, R ബൽറാം, PP രാജൻ, P ശ്രീനിവാസൻ, പ്രൊഫസർ അമ്മുക്കുട്ടി തുടങ്ങിയ നിരവധി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.